ഗുഡ് ഈവനിങ് എവറി വൺ. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം മിയ. അപ്പോൾ ഇന്ന് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ പ്രിപ്പയർ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് അപ്സെറ്റാണ്. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷേ എനിക്കൊരു കാര്യം ഒരാളോട് സോറി പറയാനുണ്ട്. കാരണം എനിക്ക് ഒരു ഓർത്തഡോക്സിക്കായ പേരൻസ് അവർ ഈ ലവ് മാരേജിനെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എതിർക്കുന്നു എന്നുള്ളൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ എനിക്കത് ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി ഒരു ഏജ് ഒന്നും എനിക്ക് ആയിട്ടില്ല. അപ്പോൾ ആ ഒരു എന്നോട് ചോദിച്ച ആളോടുകൂടി ഞാനൊരു സോറി പറയുകയാണ്. എനിക്ക് ആ വിഷയത്തിൽ എനിക്ക് സംസാരിക്കാൻ അധിക വിഷയങ്ങളൊന്നുമില്ല. എനിക്ക് ലവ് മാരേജിനോട് എതിർപ്പാണോ അല്ലെങ്കിൽ യോജിപ്പാണോ അങ്ങനെയൊന്നും എനിക്ക് കറക്റ്റായൊരു ഒപ്പീനിയൻ അതിൽ എത്തിയിട്ടില്ല ഇതുവരെ. അപ്പോൾ യൂട്യൂബിൽ ഒത്തിരി നല്ല നല്ല ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിച്ച ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് എടുത്ത് കാണുക. എന്നേൽ നന്നായിട്ട് സംസാരിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പം അവരൊന്ന് എടുത്ത് കാണുക കേട്ടോ. എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാറായിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ സോറി പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താ പറയുക, മറ്റൊരാളെ പരിഗണിക്കുക, ഒരു പരിഗണന കൊടുക്കുക, ഒരു ഹ്യൂമൻ കൺസിഡറേഷൻ കൊടുക്കുക എന്നുള്ളതാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഒരാളെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുക. പറ്റാവുന്നിടത്തോളം സഹായങ്ങൾ ചെയ്തു കൊടുക്കുക നമ്മളാൽ കഴിയുന്ന വിധം. നമ്മൾ കാരണം മറ്റൊരാളുടെ ചുണ്ടിലുണ്ടാകുന്ന പുഞ്ചിരി അത് നമുക്ക് എത്രമാത്രം പ്രഷ്യസ് ആണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒപ്പമുള്ളവരെ വേദനിപ്പിക്കാതെ താങ്ങി നിർത്താൻ അല്ലെങ്കിൽ അവരെ ഒപ്പം നിർത്താൻ ശ്രമിക്കുക. ഒരാളെ അകറ്റി മാറ്റി നിർത്തി ഇന്നാര് മതി, അവൾ മതി, അവൻ മതി എന്ന ചിന്തയ്ക്കപ്പുറം എല്ലാവരും വേണം. എല്ലാവരെയും തോളോട് തോൾ ചേർത്ത് ഒരു യൂണിറ്റിയായിട്ട് ഒത്തൊരുമിച്ച് നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഒത്തൊരുമയോടെ സന്തോഷത്തോടെ ജീവിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. ഈ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് വല്ലാത്ത മൂർച്ചയാണ്. ഈ ഇരുതലവാള് എന്ന് പറയും, ഇരുതല മൂർച്ചയുള്ള വാള്. ഇപ്പുറത്തുനിന്ന് കുത്തിയാലും മുറിയും, ഇപ്പുറത്തുനിന്ന് കുത്തിയാലും മുറിയും. അപ്പോൾ അതുകൊണ്ട് നാക്കും അതിൽ നിന്ന് വരുന്ന വാക്കുകളും നമ്മൾ വളരെയധികം സൂക്ഷിക്കുക. ഒരു തവണ പറഞ്ഞ് പിന്നെ തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. കാലാകാലങ്ങളോളം അത് പറഞ്ഞ ആളതങ്ങ് മറന്നു പോകുമെങ്കിലും കേട്ടയാളുടെ ഉള്ളിൽ നിന്ന് അത് ഒരിക്കലും മായാത്തൊരു മുറിവായിട്ട് അങ്ങ് നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഒപ്പം ഉള്ളവരെ കെയർ ചെയ്യുക, ഹാപ്പി ആയിട്ട് പോവുക. അപ്പോൾ ബൈ.